ഹലോ ഗൈസ്, അതിപ്പോൾ ഇന്ന് പറഞ്ഞു വന്നതല്ലോ മൊത്തത്തിൽ കൊള്ളായിപ്പോയി. 2 വീഡിയോ ഞാൻ ഞാൻ വന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് ഞാനിനി എഡിറ്റ് ചെയ്തിട്ട് അയക്കണം. അപ്പം ഇത് പുതിയ വീട് തന്നെയാണ്, നമ്മൾ പുതിയതായിട്ട് എടുത്ത വീടാണ്. വേറെ ഒന്നുമില്ല, മോള് നല്ല വ്യൂ ആണ്, ഭയങ്കര വൈബാണ്, നല്ല രസമാണ്. റിസോർട്ട് പോലെ തന്നെ പണിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഒരു സ്ഥലം പോലും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം നമ്മൾ പുതിയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മളെ നല്ല വൈബാണ്, നല്ല രസമാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഡോറ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡോറാട്ടോ, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ഫിനിഷൊക്കെ ഉള്ളൂ. പിന്നെ വൈബ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇതാ മുകളിലെ മലയെല്ലാം കാണാൻ കഴിയും, നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ ഇത് നമ്മളെ സോഫേൻ്റെ തലങ്ങണി. അത് എൻ്റെ ഉപ്പ് എടുത്ത് വെച്ചാണ് കേട്ടോ. എൻ്റെ ഉപ്പ എടുത്ത് വെച്ചാണ് സോഫേൻ്റെ തലങ്ങണി. ഇപ്പം എടുത്ത് വെച്ചാൽ പിന്നൊന്നുമില്ല, ചെറിയൊരു ഉമ്മാൻ്റെ മെഷീൻ വരെയുണ്ട്. കസാരയെല്ലാം ഇവിടെ ഭയങ്കര സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വെച്ചത്. ഇത് പിന്നെ ഒരു സീറ്റാട്ടാ, ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുടിയിൽ കഴിഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ ഒന്നില്ല, ഇങ്ങനെ വേറൊരു ഷേപ്പിലായിട്ട് നമ്മളെ ഇത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് പറയാൻ കഴിയുന്നു. സ്റ്റെയർകേസ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നല്ല രസമുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. അത്ര പിന്നെ പിന്നെ ഉണ്ട് ഇവിടെ സ്റ്റെപ്പിൻ്റെ ഇവിടെ എല്ലാ സ്ഥലത്തും വെക്കുന്നത്. ഇവിടെ പിന്നെ ഇവിടെ ഇത് പിന്നെ മുകളിൽ ഇതാ ഒരു ലൈറ്റ്, ഇതാ താഴെയുണ്ട് ഗൈസ്. ഇതാ ഈ ലൈറ്റ്, ഇതൊക്കെ ഞാൻ ഇപ്പം ഇട്ട് കാണിക്കാം. ഈ ലൈറ്റ് ഇതൊക്കെ ഞാൻ ഇപ്പം ഇട്ട് കാണിക്കാം. ഉണ്ടല്ലേ കാണിക്കട്ടോ. അപ്പോൾ കാണിക്കാം, ഞാനിപ്പോൾ കാണിക്കട്ടെ. അപ്പോൾ ഇതാ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ്, ഇത്രേ ഉള്ളൂ. എന്താ ഇത്രേ ഉള്ളൂ ലൈറ്റ്, ഇത്ര സമക്കാരനുള്ളൂ. അത് ചെറിയ രാത്രിക്കാണ് അല്ലേ വൃത്തി കത്താൻ. ഇതാ ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് എന്തിനാന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ, അത് നമ്മൾ ആ ലൈറ്റിൻ്റെ സ്വിച്ചാട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സ്വിച്ചാണ്. അപ്പം വെറുതെ ഇട്ട് കാണിച്ചതാണ്, വേറൊന്നുമല്ല. അതിൻ്റെ ഒരു ലൈറ്റ് കാണിക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മളതിൻ്റെയും കൂടി കാണിക്കാം. അതിൻ്റെ കാണിക്കാൻ നോക്കാം. ഇതാ ഇതിൻ്റെ ഒരു ലൈറ്റ് വെച്ചാൽ ഒന്ന് ഇങ്ങനെ ഫസ്റ്റ് പോലെ തന്നെ ഉള്ളു നമ്മളെ ഇതിൻ്റെ ലൈറ്റൊക്കെ. പിന്നെ അത്യാവശ്യം നമ്മൾ ഡബിൾ ഡോർ ആട്ടോ. പുറത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചത്, ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചതാണ്. ഞാൻ പുറത്ത് ഡോർ തുറന്നിട്ട് കാണിച്ചതാണ്. അത്യാവശ്യം ലുക്കൊക്കെ ഉള്ള വീടാട്ടാ, വേണ്ടത്ര ലുക്കൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഇത്. പിടിയാക്ക് മറ്റേ പെൻസിലില്ലേ, പെൻസിലിൻ്റെ 2 സൈഡ് ഷാർപ്പ് ചെയ്ത പോലെയാണ്. ഇപ്പം ഹാൻഡിന് നല്ല അതൊക്കെ നല്ല ഒരു വൃത്തിയുണ്ട്. ഇത് പെയിൻ്റ് ആട്ടാ, പെയിൻ്റ് അടിച്ചതാണ്. പോളിഷ് ചെയ്താൽ പോളിഷ് അത് ചെയ്തതാണ്. അതുകൊണ്ടാണ് നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ മരത്തിൻ്റെ മില്ലുണ്ട്, മരം മില്ല്. അവിടുന്നാണ് ഈ ഡോറൊക്കെ ആക്കിന്. പൈസ ഒക്കെ കൊടുത്തിന്, പൈസ കൊടുത്തില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞ റിമോട്ടിൻ്റെ ഒരു ഫാന് വേറെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടെന്ന്. ഇവിടെ പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഫാന് നോക്കിയാൽ നമ്മളെ ആ ഒരു സാധനം വള്ളി പിടിച്ച് വിളിച്ചാൽ 3-ലും 2-ലും 1-ലൊക്കെ ഇടാൻ കഴിയും. അങ്ങനെ ഇടാൻ കഴിയുന്ന ഫാനാണ് കേട്ടാ. ഇതിന് പിന്നെ റിമോട്ട് ഫാനിന് പിന്നെ 6 ബൂസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 6 ഫുൾ സ്പീഡാവും. അത് പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായി, രാത്രിക്ക് നല്ല തണുപ്പായി, ഒന്ന് പറയാൻ നിൽക്കണം. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്,
വാഷ് വൈസിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നതാണ് ഇത് ഇങ്ങനെയുള്ള ലൈറ്റ്. ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ കളർ മാറ്റാം, കളർ ഇങ്ങനെ മാറ്റാൻ കഴിയും. നല്ല രസാട്ടാ. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇട്ടിരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇങ്ങനെ പുതിയ വീഡിയോ എടുക്കാം. ഇതിൻ്റെ മുകളിൽ നല്ല വൃത്തിയാക്കാൻ പോകും. നമ്മൾ വൃത്തിയാക്കുന്നത് മുകളിൽ നമ്മൾ കുടിയിൽ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ പെയിന്റ് അടിച്ചിന്. ഇത് മരമാണെന്നാണ് നിങ്ങളെ വിചാരം. ഇത് മരത്തിൻ്റെ വേറെ ഒരു സാധനമാണ്. അത് മാത്രമല്ല ഇവിടെ നല്ലൊരു ലുക്കുള്ള കോർട്ടാണ്. രാത്രിക്കാണ് നല്ല വൃത്തി ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, രാത്രിക്ക് ഇടുമ്പോൾ നല്ല ലുക്കായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് ഗൈസ്. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നടുക്ക്. അപ്പം ഇത്രേ ഉള്ളൂ. അല്ല, നമുക്ക് അടുത്തൊന്നും കൂടി കാണിക്കാണ്ട് നമ്മളെ ഈ ലൈറ്റ് അടുക്കളയിൽ തന്നെ നമ്മൾ കബോർഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതേപോലെ അടിയിലൊക്കെ മൊത്തം ലൈറ്റ് ഉണ്ട്. അടിയിലും ഇതിൻ്റെ അൽമാരിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ലൈറ്റാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ പൊട്ടാത്ത ഗ്ലാസ്സിലാണ്. ഒറ്റൊരു അടുപ്പേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെന്താണ് കുടിയിലേക്ക് തന്നെ മറ്റേ ഹീറ്ററൊക്കെ വെക്കാൻ സാധനം ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫാബ്രിക്കിൻ്റെ കമ്പനിയാട്ടാ ഗ്യാസ് അടുപ്പ്. അടുത്ത വീഡിയോ കാണാം.